Hi students, ഇൻ്റർനാഷണൽ ഫിനാൻസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തത് ഓപ്പറേറ്റിംഗ് എക്സ്പോഷറിനെ പറ്റിയിട്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് മാനേജിങ് ഓപ്പറേറ്റിംഗ് എക്സ്പോഷറാണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സെലക്ഷൻ ഓഫ് മാർക്കറ്റ്, പ്രൊഡക്റ്റ് strategy, pricing policy, promotional strategy, diversification of the market, then research and development and product differentiation. So അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് നമ്മൾ പറയുന്നത് സെലക്ഷൻ ഓഫ് മാർക്കറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പോർട്ടിംഗ് കൺട്രീനെ സംബന്ധിച്ച് അവരുടെ എക്സ്പോഷർ അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഹോം കറൻസീൻ്റെ വാല്യൂ അപ്രീസിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഒരു ഇമ്പോർട്ടിംഗ് കൺട്രീനെ സംബന്ധിച്ച് അവരുടെ റിസ്ക് എന്ന് പറയുന്നത് അവരുടെ ഹോം കറൻസീൻ്റെ വാല്യൂ ഡിപ്രീസിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഇത്തരത്തിലുണ്ടാകുന്ന ഇമ്പോർട്ടിംഗ് കൺട്രീസിൻ്റെയും അതുപോലെ എക്സ്പോർട്ടിംഗ് കൺട്രീസിൻ്റെയും റിസ്കിനെ ഒരു ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു കൃത്യമായുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റിസ്കിനെ ഒരു ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് വരെ റെഡ്യൂസ് ചെയ്യാം. അതായത് if the firm is an exporter and if the domestic currency appreciate or if the currency of the importing country depreciate, the strategy is to leave the existing market and to develop a new market. So അത്തരം കേസിൽ, അതായത് ഒരു എക്സ്പോർട്ടിംഗ് കൺട്രി അവരുടെ ഡൊമസ്റ്റിക് കറൻസി അപ്രീസിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടിംഗ് കൺട്രി അവരുടെ ഡൊമസ്റ്റിക് കറൻസി ഡിപ്രീസിയേറ്റ് ചെയ്യുക. സോ ഇത്തരം കേസിലൊക്കെ ആ ഒരു പർട്ടിക്കുലർ ഫേം അഡോപ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? അവർ ആ പർട്ടിക്കുലർ മാർക്കറ്റ്, അവർ ഏതൊരു കൺട്രിയിലാണോ അവർ ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും നടത്തുന്നത്, ആ കൺട്രി ലീവ് ചെയ്യുക ആൻഡ് ഡെവലപ്പ് എ ന്യൂ മാർക്കറ്റ്, മറ്റൊരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാർക്കറ്റിനെ സെഗ്മെൻറ്റുകളാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫർദർ ദ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ വിത്തിൻ എ പർട്ടിക്കുലർ ഇമ്പോർട്ടിംഗ് കൺട്രി മേ ബി അഡോപ്റ്റഡ് ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് demanded more by the affluent class of consumers, then the appreciation of domestic currency may not മാറ്റർ മച്ച്. സോ ആ മാർക്കറ്റ് ലീവ് ചെയ്തിട്ട്, എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ലീവ് ചെയ്തിട്ട് പുതിയൊരു മാർക്കറ്റ് ഗ്രാബ് ചെയ്യുക എന്നതോടൊപ്പം തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ട്രാറ്റജിയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ളത്. കൂടുതലും എഫ്ലുവൻറ്റ് ക്ലാസ്സസിനെ അല്ലെങ്കിൽ റിച്ച് ക്ലാസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോടൊപ്പം അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന വാരിയേഷൻസ് കൊണ്ട് അവരുടെ പ്രോഫിറ്റിലുണ്ടാകുന്ന റിഡക്ഷൻ അവർക്കൊരു ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് വരെ അതിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആയിട്ട് പറയുന്നത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയാണ്. A firm can manage its operating exposure by modifying its product strategy. ഓക്കെ, എങ്ങനെയാണ്, എന്ത് ചേഞ്ചസ് ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുത്താനായിട്ട് പറ്റുന്നത് നോക്കാം. ഇറ്റ് മേ അണ്ടർടേക്ക് ഇന്നോവേഷൻ ആൻഡ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ്. ഇറ്റ് ക്യാൻ ഓൾസോ ബ്രിങ് മോഡിഫിക്കേഷൻ ഇൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് സോ ആസ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ വെറൈറ്റി ഓഫ് ദ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോം കറൻസീൻ്റെ വാല്യൂവിൽ അപ്രീസിയേഷൻ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ആ ഒരു കൺട്രീൻ്റെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ ഡിമാൻഡ് കുറയും നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ കണ്ടു അത്തരത്തിലൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാവുക. ഹോം കറൻസീൻ്റെ വാല്യൂ അപ്രീസിയേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ടിംഗ് കൺട്രീൻ്റെ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യും? ആ ഒരു ഫോറിൻ കൺട്രിയിൽ അതിൻ്റെ ഡിമാൻഡ് കുറയും എന്ന് പറഞ്ഞു. സോ ഈ ഇത്തരത്തിൽ ഡിമാൻഡ് കുറയുന്നതിനെ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് കുറയ്ക്കുന്നത്? കൂടുതൽ വെറൈറ്റി ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിനെ തന്നെ മോഡിഫൈ ചെയ്തിട്ട് നമ്മളത് വീണ്ടും മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിമാൻഡ് കുറയുന്നത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് ഡിമാൻഡ് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ഡിമാൻഡ് കൂട്ടാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് നമ്മളെ പ്രോഫിറ്റിലുണ്ടാകുന്ന ഷോർട്ട് ഫാളിനെ, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ്. എ ഫേം മേ റൈസ് ഓർ ലോവർ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഫോളോയിങ് ദ എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസ്. ഇഫ് ദ ഡൊമസ്റ്റിക് കറൻസി ഡിപ്രീസിയേറ്റ്, ദ ഫേം ഹാസ് ടു ഡിസൈഡ് വെദർ ഇറ്റ് നീഡ്സ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് പ്രോഫിറ്റ് മാർജിൻ ഓർ മാർക്കറ്റ് ഷെയർ ബൈ ചേഞ്ചിങ് ഇറ്റ്സ് പ്രൈസിങ് പോളിസി ഓർ സ്ട്രാറ്റജി. ഓക്കെ, സോ ഇത്തരത്തിൽ ഒരു എക്സ്പോഷറിനെ ഫേസ് ചെയ്യുന്ന ഒരു ഫേമിനെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു എക്സ്പോഷറിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജീസിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒരു എക്സ്പോർട്ടിംഗ് കൺട്രി
ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഇമ്പോർട്ടിംഗ് കൺട്രീൻ്റെ കേസാണ്. ഒരു ഇമ്പോർട്ടിംഗ് കൺട്രി, ആ ഇമ്പോർട്ടിംഗ് കൺട്രീൻ്റെ ഡൊമസ്റ്റിക് കറൻസി ഡിപ്രീസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടു അവർക്ക് എന്താണ് ലോസ് ആണ് സംഭവിക്കുന്നതെന്ന് കണ്ടു. സോ അത്തരത്തിൽ അവർ ലോസ് സംഭവിക്കുന്ന സമയത്ത് ആ ലോസിനെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ലോസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? അവരുടെ പ്രൈസിങ് പോളിസിയിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ പ്രൈസ് അവർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ലോസ് മാറ്റിയിട്ട് അവർക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. പക്ഷേ പ്രൈസ് കൂട്ടുന്ന സമയത്ത് അവർക്ക് അവിടെ വരുന്ന മറ്റൊരു റിസ്ക് ആണ്, പ്രൈസ് കൂട്ടുന്ന സമയത്ത് ഡിമാൻഡ് കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ആ ഒരു കേസിൽ നമുക്ക് പ്രൈസിങ് സ്ട്രാറ്റജീസിൽ കാര്യമായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ മറ്റൊരു കേസ് എടുക്കാം, ഒരു എക്സ്പോർട്ടിങ് കമ്പനീനെ സംബന്ധിച്ച് അവർ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ റിസ്ക് എന്ന് പറയുന്നത് അപ്രീസിയേഷൻ ഓഫ് കറൻസിയാണ്. കറൻസീൻ്റെ വാല്യൂ അപ്രീസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്തരത്തിൽ അപ്രീസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ലോസിനെ നോക്കൂ, അവർക്കുണ്ടാകുന്ന ലോസിനെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു പരിധി വരെ പ്രോഫിറ്റാക്കി മാറ്റാനായിട്ട് പറ്റും. എങ്ങനെയാണ് അവർ ചെയ്യുന്നത് ഇത് നോക്കൂ. An American company selling its product in India and fixing the price at 125 will face a shortfall in its profit in terms of dollar. If the company wants to maintain its profit, it has to raise the price to 150. But in this case, the demand for the product will fall. നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞതാണ്, ഒരു അമേരിക്കൻ കമ്പനിയുടെ എക്സാമ്പിളിലൂടെയാണ് പറയുന്നത്. ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇന്ത്യയിൽ അവർ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് എന്താണ്, അവരൊരു 125 എന്നുള്ള പ്രൈസ് വെച്ചുകൊണ്ട് വിൽക്കുന്ന സമയത്ത് അവർ ഗ്രേറ്റർ എന്താണ് ലോസിലാണ്. ആ ലോസിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ഈ 125 എന്നുള്ളത് 150 ആക്കുകയാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡിമാൻഡ് കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, hence the firm will have to satisfy itself with the lower profit. Okay, on the other hand, if the dollar depreciate from 70 to 65, അതിൻ്റെ മറ്റൊരു കേസാണ് പറയുന്നത്. അതായത് ഒരു ഇവരുടെ ഡിപ്രീസിയേഷൻ ഓഫ് ഹോം കറൻസിയാണ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കാം. ഈ ഒരു US കറൻസീൻ്റെ ഡിപ്രീസിയേഷനാണ് സംഭവിക്കുന്നത്. 70 എന്നുള്ളത് 65 ആയിട്ട് വാല്യൂ ഡിപ്രീസിയേറ്റ് ചെയ്തു. Okay, the selling price of the American product at rupees 140 may easily be cut to 130. ഓക്കെ, സോ എക്സ്പോർട്ടിംഗ് കമ്പനീനെ സംബന്ധിച്ച് അവരുടെ ഹോം കറൻസീൻ്റെ വാല്യൂ ഡിപ്രീസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ആ ഒരു സമയത്ത് അവരുടെ സെല്ലിംഗ് പ്രൈസിൽ അവരെന്ത് ചേഞ്ച് വരുത്തിയാലും അത് പ്രോഫിറ്റിനെ ബാധിക്കില്ല. അവർക്ക് സെല്ലിംഗ് പ്രൈസ് വേണമെങ്കിൽ കുറയ്ക്കാം, കാരണം ഓൾറെഡി അവർ പ്രോഫിറ്റിലാണ്. സോ സെല്ലിംഗ് പ്രൈസ് അവർക്ക് കുറയ്ക്കുന്ന സമയത്ത് അവർക്ക് ഡിമാൻഡ് കൂടുള്ളൂ, വീണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രൈസിങ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. എന്താണ്, ഒരു എക്സ്പോർട്ടിംഗ് കമ്പനീനെ സംബന്ധിച്ച് അവർ എന്താണ് അപ്രീസിയേഷൻ ഓഫ് കറൻസി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജീസിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റില്ല. അത്തരത്തിൽ ചേഞ്ചസ് വരുത്തിയാലും അത് അവരുടെ പ്രോഫിറ്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. എന്നാൽ അതേസമയം എക്സ്പോർട്ടിംഗ് കമ്പനീൻ്റെ കേസ് തന്നെ പറയുകയാണ്, അവിടെ ഡിപ്രീസിയേഷൻ ഓഫ് ഹോം കറൻസി ആണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി പ്രോഫിറ്റിലാണ്. സോ ആ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർ പ്രൈസിൽ കാര്യമായിട്ടുള്ള റിഡക്ഷൻ നടത്തി കഴിഞ്ഞാലും അവരുടെ പ്രോഫിറ്റ് കുറയുന്നില്ല. കാരണം പ്രൈസ് കുറയുമ്പോൾ ഒരു ഡിമാൻഡ് കൂടുന്നതുകൊണ്ട് ആ പ്രോഫിറ്റ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ പ്രൈസിങ് സ്ട്രാറ്റജീസിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സ്പോഷറിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൊമോഷണൽ സ്ട്രാറ്റജി ഷുഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ആൻറ്റിസിപ്പേറ്റഡ് എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസ്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൊമോഷണൽ സ്ട്രാറ്റജി എങ്ങനെയാണ്, എക്സ്ചേഞ്ച് റേറ്റിലുണ്ടാവുന്ന ചേഞ്ചസിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊമോഷണൽ സ്ട്രാറ്റജീസിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത്. ഓക്കെ, എ ഫേം എക്സ്പോർട്ടിംഗ് ഇറ്റ്സ് പ്രോഡക്റ്റ് ആഫ്റ്റർ എ ഡൊമസ്റ്റിക് ഡിവാലുവേഷൻ മേ വെൽ ഫൈൻഡ് ദാറ്റ് ദ റിട്ടേൺ പെർ ഹോം കറൻസി എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസിങ് ഓർ സെല്ലിംഗ് ഇറ്റ്സ് ഇൻക്രീസ്ഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, അസ്യൂം ചെയ്യാണ്, ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ് നമ്മളെ ഹോം കറൻസീൻ്റെ വാല്യൂ ഫ്യൂച്ചറിൽ എന്താണ് ഇമ്പ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ അപ്രീസിയേറ്റ് ചെയ്യണോ ഡിപ്രീസിയേറ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം. അതിൻ്റെ ബേസിൽ നമ്മൾ പ്രൊമോഷണൽ സ്ട്രാറ്റജീസിൽ ചേഞ്ചസ് വരുത്തുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫേമിനെ സംബന്ധിച്ച് അവർ ഒരു ഡിവാലുവേഷൻ ഓഫ് കറൻസിയാണ് അവർ അസ്യൂം ചെയ്യുന്നത്. സോ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവരുടെ സെല്ലിംഗ് കോസ്റ്റുകൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷണൽ സ്ട്രാറ്റജീസിൽ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പറ്റും. കാരണം അവർക്ക് റിട്ടേൺ പെർ ഹോം കറൻസി എക്സ്പെൻഡിച്ചർ കൂട്ടാനായിട്ട് പറ്റും എന്നുള്ളതാണ്. കാരണം ഒരു എക്സ്പോർട്ടിംഗ് കമ്പനീനെ സംബന്ധിച്ച് അവരുടെ ഡെപ്രീസിയേഷൻ ഓഫ് ഹോം കറൻസിയാണ് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ ആ സിറ്റുവേഷനിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എത്ര തന്നെ പ്രൊമോഷണൽ സ്ട്രാറ്റജീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാലും അതൊക്കെ അവർക്ക് അതിൽ നിന്നൊക്കെ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനൊരു ഡിഫറെൻറ്റ് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോം കറൻസീൻ്റെ വാല്യൂ അപ്രീസിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ടുള്ള പറ്റില്ല, ഇത്തരത്തിൽ അവർ പ്രൊമോഷണൽ സ്ട്രാറ്റജീസിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അവർക്കൊരു റിട്ടേൺ കിട്ടില്ല. സോ അത്തരം കേസിൽ പ്രൊമോഷണൽ സ്ട്രാറ്റജീസിൽ ഉണ്ടാക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഹോം കറൻസീൻ്റെ ഡിവാലുവേഷനാണ് സംഭവിക്കുന്നതെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അസ്യൂം ചെയ്യുന്നതെങ്കിൽ എക്സ്പോർട്ടിംഗ് കമ്പനീസിനെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യണം, പ്രൊമോഷണൽ സ്ട്രാറ്റജീസിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. പക്ഷേ അവർ നേരെ തിരിച്ചൊരു ഡിവാലുവേഷൻ ഓഫ് ഫോറിൻ കറൻസി, അതിനെ തന്നെ നമ്മൾ എങ്ങനെ പറയാം, അപ്രീസിയേഷൻ ഓഫ് ഹോം കറൻസി, അതാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരുടെ പ്രൊമോഷണൽ സ്ട്രാറ്റജീസിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. Okay, then next, diversification of the market. A firm can take the advantage of economy of scale through diversification and can reduce the exchange rate risk. Okay, exchange rate risk-നെ reduce ചെയ്യാനുള്ള മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ മാർക്കറ്റിനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന സമയത്ത് എക്കണോമീസ് ഓഫ് സ്കെയിലിൻ്റെ അഡ്വാൻറ്റേജ് കൂടി ആ ഫേമിന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ മാർക്കറ്റിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതായത് ഡിഫറെൻറ്റ് കൺട്രീസിലൊക്കെ ഇത്തരത്തിൽ മാർക്കറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മാർക്കറ്റിലുണ്ടാകുന്ന എക്സ്ചേഞ്ച് റേറ്റ് കൊണ്ടുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് നമുക്ക് മറ്റു മാർക്കറ്റിലുണ്ടാകുന്ന ബെനിഫിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കോമ്പൻസേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് R&D ആൻഡ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും അതുപോലെ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷനും. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ കൂടുതൽ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ പ്രൊഡക്റ്റിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസുകളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമ്മളൊരു കോമ്പറ്റിറ്റീവ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിന് എത്ര കണ്ട് പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഡിമാൻഡ് കുറയില്ല. സോ അത്തരത്തിലൊരു ടെക്നിക്ക് R&D ആൻഡ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷനിലൂടെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മളെ ഈ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പോഷറിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രൊഡക്ഷൻ സ്ട്രാറ്റജീസ് ആണ്. പ്രൊഡക്ഷൻ സ്ട്രാറ്റജീസിൽ കാര്യമായിട്ട് പറയുന്നത് ഫ്ലെക്സിബിൾ സോഴ്സിംഗ് പോളിസി, ഇൻപുട്ട് മിക്സിംഗ്, പ്ലാന്റ് ലൊക്കേഷൻ, റൈസിംഗ് പ്രൊഡക്ടിവിറ്റി, ദെൻ സെലക്ഷൻ ഓഫ് ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ സൈറ്റ്. ഇത്രയാണ് പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയിൽ പറയുന്നത്. പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയിൽ എന്ത് ചേഞ്ചാണ് വരുത്താനായിട്ട് പറ്റുക നോക്കാം. ഫസ്റ്റ് വൺ, flexible sourcing policy. A firm operating in domestic country can substantially lesser its total cost of production and effect of exchange rate change by procuring the input from the countries or places where the input costs are lower. So ഒരു എന്താണ് എവിടെ നിന്നാണോ ലോവർ കോസ്റ്റിൽ ഇൻപുട്ട് കിട്ടുന്ന ഒരു കൺട്രിയിൽ നിന്ന് ഇൻപുട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇത്തരത്തിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ ഓപ്പറേറ്റിംഗ് എക്സ്പോഷറിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ദെൻ ഇൻപുട്ട് മിക്സിംഗ്. ഇഫ് എ ഫേം ഈസ് അൺഎബിൾ ടു ബൈ ചീപ്പർ ഇൻപുട്ട് ഫ്രം എനി സോഴ്സ് ഇറ്റ് ക്യാൻ റൈസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ത്രൂ മിക്സിംഗ് ലോക്കൽ ഇൻപുട്ട് വിച്ച് മേ ബി ചീപ്പർ. ഓക്കെ, ഇത്തരത്തിൽ ചീപ്പർ കോസ്റ്റിൽ ഇൻപുട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യുക, അവരുടെ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചീപ്പ് കോസ്റ്റിൽ കിട്ടുന്ന ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ ഓപ്പറേറ്റിംഗ് എക്സ്പോഷറിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓവർകം ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, പ്ലാന്റ് ലൊക്കേഷൻ. ദ ഫേം ക്യാൻ ലൊക്കേറ്റ് ഇറ്റ്സ് പ്ലാന്റ് ഇൻ എ കൺട്രി ഹൂസ് കറൻസി ഹാസ് ഡിപ്രീസിയേറ്റഡ്. ഓക്കെ, അങ്ങനെ പ്ലാന്റിൻ്റെ ലൊക്കേഷൻ, അതായത് ഏത് കൺട്രിയിലാണോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ആ കൺട്രിയിൽ എന്ത് ചെയ്യുക, പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുക.
ഓക്കെ, അത്തരത്തിൽ പ്ലാന്റ് ലൊക്കേഷനിലൂടെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓപ്പറേറ്റിംഗ് എക്സ്പോഷറിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ റൈസിങ് പ്രൊഡക്ടിവിറ്റി. Another alternative to manage operating exposure is to raise productivity. Productivity can be raised through closing inefficient plant, heavy automation, work rule concession, adopting modern technology. Okay, modern technology adopt ചെയ്യുന്നത് വഴി, അതുപോലെ ഇൻഎഫിഷ്യൻറ്റ് പ്ലാന്റുകൾ ക്ലോസ് ചെയ്യുന്നത് വഴിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റും. പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത് വഴി കൂടുതൽ പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് പറ്റും. അതിലൂടെ നമുക്ക് ഈ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ കുറച്ചിട്ട് കൂടുതൽ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്താനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ദെൻ സെലക്ഷൻ ഓഫ് ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ സൈറ്റ്. Okay, the competitive position of the international firm will erode if currency of host country is strong and or expected to become strong. In this case, the international firm has to choose a location for its production facilities in such a country where its cost of production is low. അതായത് എപ്പോഴും നമ്മൾ എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഏറ്റവും ലോ ആയിട്ട് കിട്ടുന്ന കൺട്രിയിൽ എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നമ്മളെ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈറ്റ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത്തരത്തിൽ ഈ ഒരു പർട്ടിക്കുലർ ഫേം ലോ കോസ്റ്റിൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു കൺട്രിയിൽ അവരുടെ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുവഴി അവർക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പോഷറിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ പറയുന്നത് ഫിനാൻഷ്യൽ ഹെഡ്ജിങ് ആണ്. നമ്മൾ ഹെഡ്ജിങ് എല്ലാം നമ്മൾ ഡെറിവേറ്റീവിൽ പഠിച്ചതാണ്. സോ ഹെഡ്ജിങ്ങിലൂടെയും, അതായത് ഓപ്ഷൻസ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലൂടെ, അതായത് കറൻസി സ്വാപ്പ്, ഫ്യൂച്ചർ, ഫോർവേഡ്, കറൻസി ഓപ്ഷൻ തുടങ്ങിയിട്ടുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലൂടെയും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഹെഡ്ജിങ് നടത്തുക വഴി ഇത്തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പോഷറിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.